പിന്നെ പക്ഷെ കുഞ്ഞാപ്പു എല്ലാരും ഉള്ള ധാരണയായിരുന്നു കുഞ്ഞാപ്പു അടി വാങ്ങാമോ കോയ കളിച്ചാ പോരെ. പക്ഷെ കുഞ്ഞാപ്പു ഒരു സകല കലാവല്ലഭനാണ്. അപ്പം അതേപോലെ തന്നെ അതാണ് ഇത്രയേ ഉള്ളൂ അല്ലേ. പരിപാടി നടക്കുന്നത് കളബക്കനെയാണ് സംഭവം. അപ്പൊ അവിടെ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് രണ്ടാമത് തിരിച്ച് കോട്ടക്കൽ പോയി വന്നു. അതുകൊണ്ട് അതിനെ സോറി പറയാണ്, ടൈം വൈകിയേ. അതാണ്. അപ്പോ എന്താണ് കുഞ്ഞാപ്പൂനെ പഠിച്ചോ, കുഞ്ഞാപ്പൂനെ അടിന്റെ ഒരു കമ്മിയുണ്ട്. അപ്പൊ എന്താണ് സുഖല്ലേ, പൊളിച്ചടക്കണ്ടേ, പൊളിച്ചടക്കിയിട്ട് പോയാൽ മതി. ഇവിടെ പാട്ടുകാരെല്ലാം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഉണ്ടായിരുന്നോ? ആ അപ്പൊ ആരുമില്ല. അപ്പൊ പാട്ടൊക്കെ പാടിയിട്ട് പോയാൽ മതി അല്ലേ. നിങ്ങൾക്ക് എന്താ വേണ്ട പക്ഷെ ചോദിച്ചോളി. ഒക്കെ ചെയ്തു. ഡാൻസോ? ഡാൻസ് ചെയ്തത് ആ മതില്ലേ. എന്തും ചെയ്യും സുകുമാരൻ. എന്തൊക്കെ അടിയോ പാട്ടോ കൊമ്പങ്ങാട് കോയ അവളിപ്പിച്ചിന്റെ സൈന കൊമ്പത്തിരുന്ന് പാടേണ്, കൊമ്പത്തിരുന്ന് പാടേണ് കൊമ്പങ്ങാട് കോയ. മതി മതി. അല്ലെ എങ്ങനെ പാടിക്കൊടുക്കും, നേരം പൊളിക്കോളും. വേറെന്താണ് ചോദിക്കും പെട്ടെന്ന് ചോദിക്കും. ഇനി അല്ല രണ്ട് അച്ഛ വരുമ്പോത്തിന് ആൾക്കാർ വരും. കൊമ്പങ്ങാട് കോയ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആ പ്രൗഡ് ആയിക്കോട്ടെ. ഒച്ച ഉണ്ടായ ആൾക്കാർ ഇങ്ങനെ വരണുള്ളൂ. അപ്പോ എന്താണ് നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്നൊക്കെ നമുക്ക് ഈ സ്റ്റേജിൽ എത്താൻ പറ്റുന്നത്. അപ്പോ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണം. നീർക്കൊല്ലി വിധാന തച്ചുകളും ഡ്രമ്മുകൊക്കെ ചാടിച്ചു കണ്ടുക്കണോ? ആ അതൊക്കെ ഒറിജിനലാണ്, ക്യാമറ നല്ല. എന്തൊരു കൂക്കലിച്ച് മൈക്ക് പൊന്നിച്ചു പറഞ്ഞാ എന്തെങ്കിലും രണ്ടു വാക്ക് പോലോട് സംസാരിച്ചാ രണ്ടു വാക്കോ? സുഖല്ലേ? ആരാ ഇല്ലേ വാക്ക്? ഇതിനെ പൊട്ടിച്ചണോ? കണ്ടോ എന്നെ തല്ല നല്ല ഇഷ്ടാട്ടോ പോലിക്ക്. എന്നെ നല്ല ഇഷ്ടാ തന്നെ. അത് ശരി, അവനവന്റെ വാപ്പമാരടുത്ത് വാങ്ങിയോളി. എനിക്കുള്ള ഡെയിലി കിട്ടുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖല്ലേ? പരിപാടിയൊക്കെ ഉഷാറല്ലേ? അപ്പൊ ഈ ഒരു ഇനാഗ്രേഷന് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും. നിങ്ങൾക്ക് സന്തോഷല്ലേ? അപ്പോ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ, അതൊന്ന് എടുത്ത് പറയും. കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് ബെൻസിയോല്. അപ്പൊ എല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് സാധനം ഒന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. കാണാം, നിങ്ങൾക്ക് അവിടെ ചെന്നാൽ തന്നെ കാണാൻ പറ്റും ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോ ബാക്കിയുള്ള പറഞ്ഞോ. വെറൈറ്റി കളക്ഷൻസ് അതൊക്കെ പറഞ്ഞിക്കണു. അപ്പൊ എല്ലാവരും വാങ്ങുക, അടിപൊളി കളക്ഷൻസ് ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് പറയാനുള്ള ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, എല്ലാവരും കേൾക്കണ്ടോ? കൂടുതൽ തല്ല് വാങ്ങാക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയാണ് ഡെയിലി തല്ലിട്ടണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഉപ്പച്ചിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നല്ല രസമാണ്. തല്ല് കിട്ടിയതുകൊണ്ട് ഫേമസ് ആയ മനുഷ്യന്മാര് ലോകത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനും തന്നെ. തച്ചിട്ട് ഫേമസ് ആയ എത്ര ആൾക്കാർ നാട്ടിലുണ്ട്? ആരുമില്ല. ആരാ? ടോമാഞ്ചേരി തല്ലല്ല, അത് പായിച്ചലല്ലേ. അഫ്സ സ്റ്റേജിൽ വാ. നമ്മളെ നാട്ടിലൊരു ബ്ലോഗർ ഉണ്ടല്ലോ ഇവിടെ, അഫ്സ വാ വാ സ്റ്റേജിൽ വാ. പാട്ട് പാടാണ്ട് വാ. പാടോ? അങ്ങനെ ഒന്നും വിളിച്ചല്ലേ, വെറൈറ്റി ആയിട്ട് വിളിച്ചപ്പോ ചെയ്യാ. എങ്ങനെ വിളിച്ച? Come on, let's go. Come on, everybody. English. പറഞ്ഞോ. Let's go and do everything. അതെ. ഇങ്ങോട്ട് പോരെ. ആരെ? പോരെ. വാ. അപ്പോ ഫോൺ എടുത്ത ഒരു പാട്ടിലും പാടാതെ ഇവര് ഇവിടുന്ന് പോവില്ലോ. അല്ല, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത. ഒരു പണിയുണ്ട്. ഇതൊക്കെ എന്താണ്? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ആർക്കെല്ലാം അറിയോ? ആ ഫോണില് കണ്ടിട്ടുണ്ട് തന്നെ. ഇന്നത്തെ ദിവസം അച്ഛടാ നല്ലൊരു ഗൈഡ് കൊടുത്താണ് ഇതിന്. അപ്പൊ ഇന്ന് ആണ് വെന്തലൻസിലെ. അതാണ് ഇത്രയേ ഉള്ളൂ അല്ലേ? ഇത്രയേ ഉള്ളൂ. അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനത് തിരുത്താൻ നിന്നിട്ടുണ്ടെങ്കിൽ അതന്നെ എല്ലാവർക്കും അറിയാം. വെന്തലൻസ് ഡേ. അതെ, അതല്ലേ പറഞ്ഞു. വാലന്റൈൻസ് ഡേ അതറിയോ? എന്താ വാലൻസ് ഡേ? എന്നാ വരുന്നേ? ഇന്ന് വരും. ഡേറ്റ് പറയണോ? അപ്പൊ ഇന്നത്തെ ഡേറ്റ് ഫെബ്രുവരി. അപ്പൊ എന്തായാലും ആ ഫോൺ എടുക്കുക, നല്ലൊരു പാട്ട് പാടാം. അതിനെല്ലാം മിമിക്രി കേട്ടാലോ? കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. അതാണ് ശിഖോ. പിന്നെ പണ്ടേ അടിപൊളിയാണ് അത്. പിന്നെ പക്ഷെ കുഞ്ഞാപ്പു എല്ലാരും ഉള്ള ധാരണയായിരുന്നു കുഞ്ഞാപ്പു അടി വാങ്ങാമോ കോയ കളിച്ചാ പോരെ. പക്ഷെ കുഞ്ഞാപ്പു ഒരു സകല കലാവല്ലഭനാണ്.
അപ്പം അതേപോലെ തന്നെ കല്യാണ വൈഭോഗ്യമേ നമ്മളെ ബെൻസിയൊക്കെ ഉണ്ടാവുക. All the best. നല്ലൊരു കൈ കൊടുത്താളെ. 2 വാക്ക് പറയാൻ പറഞ്ഞപ്പോ 4 വാക്കോട് കൂടി അവസാനിപ്പിച്ചു. താങ്ക് യു. ഏതായാലും ഒരുപാട് സന്തോഷം ഇവിടെ വരാൻ സാധിച്ചു, നിങ്ങൾ എല്ലാവരും കാണാൻ സാധിച്ചു. പാട്ടും ഡാൻസും എല്ലാവർക്കും ഇഷ്ടമായില്ലേ? വീണ്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവും എന്ന പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ഇറങ്ങി പോകണം. നല്ലൊരു ക്ലാപ്പ് ആയിരിക്കും.